അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അത്താഴത്തിന് എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഇനി ചോറ് തിന്നണം, ചോറ് കഴിക്കണം. ഉമ്മച്ചി ചായയാണ് കുടിക്കുന്നത്, ചായയും പരിപ്പടിയും കൂടിയാണ് ഉമ്മച്ചി കുടിക്കുന്നത്. അപ്പോൾ എനിക്ക് ചോറായിട്ടുണ്ട്. അപ്പോൾ ചോറ് കഴിക്കണം. അപ്പോൾ ചോറ് റെഡിയായിട്ടാണ് കേട്ടോ. ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചാണ് കേട്ടോ. ഇത് കഴിക്കട്ടെ. ഉമ്മച്ചി ചായയും പരിപ്പടമുണ്ട്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് ഇവിടുത്തതും കുറച്ച് അവിടുത്തതും, അതായത് മലപ്പുറം പ്ലസ് തൃശ്ശൂർ, ആ ഒരു വീഡിയോ എനിക്ക് ഇന്ന് കാണാൻ പോകണം കേട്ടോ. അപ്പം ഞാൻ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളും നോമ്പ് തുറയും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ എടുക്കും, ഇച്ചെടുക്കും. അപ്പോൾ രണ്ടും കൂടിയും ഇരിട്ട് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ഇന്ന് ഉമ്മച്ചി ഉഴുന്നുവട ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉഴുന്നുവട ഉമ്മച്ചിയുടെ ഫേവറേറ്റ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ഉഴുന്നുവട ഉണ്ടാക്കണേ നോക്കാം, അത് കഴിച്ച് കഴിഞ്ഞിട്ടുള്ള റിവ്യൂവും കാര്യങ്ങളൊക്കെ നോക്കാം. ഇന്നപ്പോൾ വാപ്പച്ചിയുണ്ട് നോമ്പ് എടുക്കാൻ. ഞാനും ഉമ്മച്ചിയും വാപ്പച്ചിയും ഞാൻ 3 ആളെയും കൂടി ഉള്ള നോമ്പ് കറിയായിട്ട് ഇന്ന് നമുക്ക് പത്തിരിയാണ് കേട്ടോ. ഉമ്മച്ചി പത്തിരി ഇട്ടുകൊണ്ടിരിക്കണം. അതെ, അപ്പോൾ ഇന്ന് നമുക്ക് ഉഴുന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ. ഇതപ്പോൾ നേരത്തെ വെള്ളത്തിലിട്ടാണ്, ഇപ്പോൾ അത് കുതിർന്നിട്ടൊക്കെ ഉണ്ട്. ഇനിത് ഇതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പോകണം ഉമ്മച്ചി? ഉഴുന്ന് വട കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അതെ, കുരുമുളക് ഉണ്ടായിരുന്നില്ല, അല്ല കുരുമുളക് പൊടി തീർന്നിട്ടുണ്ട്. അപ്പോൾ ഉമ്മച്ചി കുരുമുളക് പൊടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഉഴുന്ന് പൊടിച്ചെടുക്കാം അല്ലേ? ഉഴുന്ന് പൊടിക്കലല്ലോ, ഉഴുന്ന് അരച്ചെടുക്കാം. അതേ പത്തിരി ഇവിടെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേ അടിപൊളിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ അരച്ചെടുത്തേക്ക് നമുക്ക് സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതും അതുപോലെ തന്നെ പച്ചമുളകും കൂടി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുഴക്കണതിന് മുന്നേ ഒരു കാര്യം മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കുരുമുളക് ഇടണം, കുരുമുളക് പൊടിച്ചത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടോ. എന്നിട്ട് അതും കൂടെ ആയിട്ടാണ് മിക്സ് ചെയ്യണം. ഇതിൽ കണ്ട കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. എന്നിട്ട് വെള്ളം കയ്യുമാക്കിയിട്ട് മാവിട്ടിട്ട് ഇങ്ങനെ വട്ടാക്കും അല്ലേ. അതെ, ഇതാണ് കേട്ടോ ഉഴുന്നുവട. അങ്ങോട്ട് ഇട്ടാണ് അങ്ങോട്ട് പോയി. അപ്പം ഇന്ന് നോമ്പറക്കാൻ മാങ്ങ ജ്യൂസ് കേട്ടോ. അപ്പം മാങ്ങൻ്റെ സീസൺ ആയതുകൊണ്ട് എല്ലായിടത്തും മാങ്ങ ഇട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് മാങ്ങ ജ്യൂസാണ്. മാങ്ങ കൊടുക്കാൻ ഞാൻ ആകെ 10 മിനിറ്റ് ഉള്ളൂ. അപ്പോഴാണ് ജ്യൂസ് അടിക്കുന്നത്. നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര, പിന്നെ പാല് വെച്ച് കൊടുക്കാം. നമ്മളിവിടെ മീൻ വെക്കുന്നത് അയില ഫ്രൈ കഴിച്ചാ. പിന്നെ ഉമ്മാൻ്റെ സ്പെഷ്യൽ പൊക്കവട. ഇന്നിപ്പോൾ എന്തായാലും നോമ്പ് തുറക്കാൻ ഫ്രൂട്ട്സ്, ഉഴുന്നുവട, ചമ്മന്തി, സർവത്ത്, മാങ്ങാ ജ്യൂസ് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോമ്പ് തുറക്കാനായിട്ടുണ്ട്. ഇപ്പോൾ നോമ്പ് തുറക്കാതെ കാരൊക്കെ അല്ല ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. അതിനി നോമ്പ് തുറക്കും. അപ്പോൾ ഇന്നിപ്പോൾ വാപ്പച്ചൊക്കെ ഉണ്ട് കേട്ടോ നോമ്പ് തുറക്കാൻ. 3 ആളും സർബത്താണ് കേട്ടോ. വെള്ളം കുടിച്ചതിന് ജ്യൂസുണ്ട്, മാംഗോ ജ്യൂസാണ്. ആദ്യം തന്നെ കിട്ടി മുളക്. കുറച്ച് കുറവുണ്ട് കേട്ടോ. ചമ്മന്തി കൂട്ടി നോക്കാം. അടിപൊളി. ഇരുന്നിന്നാവും നല്ല ക്രിസ്പി, കടിക്കുമ്പോൾ തന്നെ മൂച്ചുമരി. ആ ചൂട്
നമുക്ക് എൻ്റെ ഫേവറേറ്റ് മുസമ്പി. മുസമ്പി ഞാൻ എത്ര വേണമെങ്കിലും തിന്നോളൂ. മുസമ്പി ഉപ്പിട്ടത്. നല്ല ഫോൺ കളിച്ചിരിക്കണം. ബാങ്ക് കൊടുത്തിട്ട് ഇവിടെ വിളിച്ചിട്ടില്ല. നോമ്പറന്നാ ഇപ്പൊ നോമ്പറന്നാ ഇപ്പൊ നോമ്പറന്ന കാര്യക്കെന്നാ നോമ്പറന്നില്ലേ? ഒന്ന് മാങ്ങ അലീസാണ്. ഐസ്ക്രീം ഒന്നും കാര്യണ്ടോ? മാംഗോന്റെ ഐസ്ക്രീം പോലുണ്ട്. പിന്നെ സോസൊക്കെ എടുത്തൊന്ന് പൊക്കോടായിക്കോട്ടെ. ഫസ്റ്റ് രണ്ടെണ്ണം കഴിച്ചപ്പോൾ ഫസ്റ്റ് കഴിച്ചപ്പോൾ രസം കഴിഞ്ഞാ ഇപ്പോൾ രസം ഉണ്ടാവും. ഏതാ രസം? ഫസ്റ്റ് എന്നിട്ടിച്ചോ ബെസ്റ്റ് ആക്കണ്ടല്ലേ. പത്തിരി നണിച്ചാണ് അല്ലേ? അപ്പം ഇവിടെ കെട്ടുന്നവർക്ക് ശരീരമൊന്നും പത്തിരി ഉണ്ടാക്കണം. അതാണ് ഡിമാൻഡ്. ഒന്നും പത്തിരി ഉണ്ടാക്കാൻ അയക്കണം. പത്തിരിയൊക്കെ ഉണ്ടാക്കും. ഇവിടെ ഇന്നലെ കുറേ പത്തിരി ഇടാൻ പറഞ്ഞിട്ടോ. ഇന്നൊരു ലോഡ് പത്തിരി ഉണ്ടായി കൊടുക്കും. ഇത് ഇന്നോട്ടോ നീ കഴിച്ചു കൊടുത്താ? പരത്തി കൊടുത്താ? എന്ത് കഴിച്ചു കൊടുത്തി? എന്താ ഇത് ഉണ്ടാക്കിയ? ഇവിടെ കുറേ പത്തിരിയാണ് പറഞ്ഞു. രാവിലെ തന്നെ അടുക്കളയ്ക്ക് പോകുന്നത്. എന്നിട്ട് കുറേ ഉണ്ടാക്കാൻ പറ്റുക. നീ എന്താക്കി കൊടുത്ത്? പ്രസ് ചെയ്ത് കൊടുത്തോ? നമുക്കിനി പത്തിരി. അപ്പം നല്ല നൈസ് പത്തിരി. പിന്നെ ഉമ്മയുടെ സ്പെഷ്യൽ തേങ്ങ അരച്ച ചിക്കൻ കറി. എത്ര പത്തിരി നൂറിനൊന്ന്? മത്സരാട്ടോ. ഉഴുന്നുവടയിൽ ഒരു 4-5 ഉഴുന്നുവട മാത്രം ബാക്കിയുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ ഇങ്ങനെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ചമ്മന്തി അടിപൊളിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ച ചമ്മന്തിക്ക് ഈ കളറിലെല്ലാം മുളക് പൊടി ഇട്ടിട്ടും കുറേ ഇട്ടിട്ടും കളർ അങ്ങോട്ട് വരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ച കളർ അങ്ങോട്ട് വരുന്നില്ലല്ലോ. പക്ഷെ നല്ല ഇരുട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇന്നത്തെ ഉഴുന്നുവടയും ചമ്മന്തി അടിപൊളിയിട്ടുണ്ട്. അപ്പോൾ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞ് ഇനി നിസ്കരിക്കണം പോയിട്ട്. അതെ പത്തിരി കേട്ടോ. പത്തിരി ആൻഡ് ചിക്കൻ കറി. അമ്മച്ചിക്കിപ്പോൾ വേണ്ട. ഇന്റെ കുട്ടിയാണ്. മാമിക്ക് ഇനി കാക്കൂല അല്ലേ? പാവടാ മാമിക്ക് ഇനി കാക്കൂലല്ലേ? ഇനി ഇവനെ കാക്കൂ. മാമിന്റെ അല്ലല്ലോ. അല്ല ഇവന്റെ കാക്കൂല. ഇവന്റെ പാവടാ ഇല്ല മാമിക്ക് കാക്കില്ല. അല്ല ഇവന്റെ ആക്കണല്ലേ? പാവടാ മാമിക്ക് കാക്കില്ലാറ്. മാമിക്കാക്കില്ല പാവടാറ്. മാമിനോട് കടക്കാൻ പറയാം. മാമിനോട് കടക്കാൻ പറയുന്നത് ഇവിടെ കിടന്ന ഇവ കിടന്ന ഇവനെ കാക്കൂല.
മലപ്പുറത്ത് നിന്ന് ദയിച്ചയും ഇവും റിനുവും നിനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ആയിട്ട് കുറച്ചു നേരം വീഡിയോ കോളൊക്കെ ചെയ്ത് സംസാരിച്ച് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.